നമസ്കാരം. UAEcarlon.com സ്വാഗതം. ഇത് ഞങ്ങളെ തേടി വന്ന അലനിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ്. ഇവർ ഒരാളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവർക്കെന്തോ കാരണവശാൽ അത് ലോൺ കിട്ടില്ല എന്നറിയുന്നു. അവർ പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതിന് ലോണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ഡോക്യുമെൻ്റ് കിട്ടുമ്പോൾ ഞങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ ചില കസ്റ്റമർ പറയും അവിടെ ചെന്നാൽ അങ്ങനെയില്ലല്ലോ, ഇവിടെ വന്നാൽ ഇങ്ങനെയില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പ്രോബ്ലംസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ വലിയ കാര്യങ്ങളായിട്ടൊന്നും കൂട്ടേണ്ട, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ ഡോക്യുമെൻ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞ് ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീല് പെട്ടെന്ന് നടക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഡീല് ചെയ്ത് അവസാനിച്ചപ്പോഴേക്കും ഏകദേശം 1 മാസത്തോളം സമയമെടുത്തു. പക്ഷേ ഇവർക്കൊരു ഡോർമെൻ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആക്കണമായിരുന്നു. ഇവർ വരുന്ന അലയിൽ നിന്നാണ്. അവിടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഇവർ എമറൈസ് ഐ ഡി കൊണ്ടുവരാൻ മറന്നുപോയി. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. പക്ഷേ ഇവർ വളരെ 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 നന്നായി ഞങ്ങളോട് സഹകരിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്ത് തീർത്ത് അവസാനിപ്പിച്ച് കൊടുക്കാൻ സാധിച്ചു. ഇവർ അത്യാവശ്യം ഹാപ്പിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യമല്ല, ദൈവം സഹായിച്ച് ഇവർ കാര്യം ഇത്ര സമയമെടുത്തെങ്കിലും ഇവർ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു പോയത്. കാരണം ഇവർക്കും അറിയാം എന്തായിരുന്നു പ്രശ്നങ്ങളെന്ന്. എന്തായാലും ഞങ്ങൾ തേടി വരുന്ന എല്ലാവരോടും ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രം ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ ആ രീതിയിലേ കാണാവൂ. ഇവരുടെ വീഡിയോ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമേ കണക്ക് കൊടുത്തിരുന്ന കണക്കുകളെല്ലാം വീണ്ടും അത് ഒന്നും കൂടി ഫൈനലൈസ് ചെയ്ത് ഇതൊക്കെ തന്നെയാണ് കറക്റ്റല്ലേ എന്ന് കാണിക്കുന്ന ഒരു രംഗമാണിത്. ഇവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇവരെ ഡീൽ ചെയ്തിരുന്നത് ഞങ്ങളുടെ മിഥുനാണ് ചെയ്തിരുന്നത്. അപ്പോൾ മിഥുനെ പറ്റി ഇവരെനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഹലോ ദീപക് ഭായ്, പിന്നെ ഞാൻ ആ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ മറന്നാട്ടോ. നിങ്ങളുടെ മറ്റേ മിഥുന്റെ സപ്പോർട്ടിങ് ഭയങ്കരാട്ടോ. മിഥുൻ അടിപൊളിയാണ്. ഞാൻ ആ കാര്യമായാലും പറയാൻ മറന്നാണ്. മിഥുന്റെ കസ്റ്റമർ ഡീലിംഗ് അതുപോലെ ടേക്ക് കെയറിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറയണമെന്ന് പറയാനുണ്ട്. അവന്റെ അസിസ്റ്റിങ് ഭയങ്കര ഉണ്ട്. നല്ല സപ്പോർട്ടാണ് ആള് കേട്ടോ. അവനാണ് നമ്മളെ ഒരു നോർമൽ ഈസി ആയിട്ട് അവന് കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് അവനോട്. അതുകൊണ്ടാണ് ഓക്കെ ഞാൻ പറയാൻ മറന്നത്. ഞാൻ പിന്നെ പേഴ്സണൽ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങളടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും ആ വിൽക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ ക്യാഷ് കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് കാർ ലോൺ ചെയ്തു തരുന്ന ഒരു സർവീസാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഓർമ്മിച്ച് വയ്ക്കുക. ഒരു നല്ല ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അരയിൽ നിന്ന് വന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം പറയുമ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം 1 മാസത്തോളം എടുത്തു ഞങ്ങളുടെ ഡീല് കഴിഞ്ഞ് വന്നപ്പോൾ. അതിനുള്ള കാരണങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാവരും ആവശ്യപ്പെടുക, ഡോക്യുമെൻ്റ് ആദ്യം വേണം എന്നുള്ളത്. എന്തായാലും ഇവരുടെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം. ഇപ്പോൾ നമ്മൾ വലിയൊരു വീഡിയോ അത് ഇട്ടിട്ടുണ്ട്. അവിടെ കുറേ തമാശകളൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ കുറേ കേൾക്കായിരിക്കും. ഇനി നമുക്ക് ശരിക്കും കാര്യമായിട്ട് സംസാരിക്കാം. പറയും എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ കേസാണ് കേട്ടോ. എന്നാലും നാളെ വേറെ ആൾ കേൾക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന സംഭവമാണ്. നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും തരികടകൾ ചെയ്തതായിട്ട് ഫീൽ ചെയ്ത് അല്ല ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പറയും ഇവർ മൊത്തം തട്ടിപ്പാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് 2 കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു അഭിപ്രായം, എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നത് അല്ലയിൽ പോയിട്ട് അവിടെ ദുബായ് ഇസ്ലാമിക്കിൽ പോയിട്ട് നമ്മൾ ലോണിന് അപേക്ഷിച്ച്, അത് നമ്മുടെ സാലറിയുടെ അവരുടെ അത് ആ സാലറി വെച്ചിട്ടും നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൺലൈനിൽ
തിരക്കി നോക്കുമ്പോഴാണ് നിങ്ങളെ വീഡിയോസ് കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ ദുബൈയിൽ നിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്യുക, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലേ ആയത് ഞങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ദുബായ് ഇസ്ലാമിക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡിമേജ് അത് ഉപയോഗിക്കാതെ കിടന്ന കാരണത്താലും പിന്നെ നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നേരം വൈകിയതും അത് കാരണത്താലും നമ്മുടെ ഡിലേ ആയി പോയത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഹാപ്പിയാണ്. വണ്ടി ഇന്ന് ഡെലിവറി ആകുന്നുണ്ട്. എല്ലാം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു തന്നതിന് വളരെ നന്നായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾ പറ്റിച്ചോന്നോ അല്ലെങ്കിൽ തട്ടിപ്പാണെന്നോ വെട്ടിപ്പാണെന്നോ അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴായിരുന്നു ഞങ്ങളെ വിശ്വസിക്കാം എന്ന് തോന്നിയ ഒരു സംഭവത്തിലേക്ക് വന്നത്? അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണോ തോന്നിയേ? അല്ല, സ്വാഭാവികമായിട്ട് തുറന്നു പറയാട്ടോ. ഇല്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു പരിധി വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നേ, അതായത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കണ്ടുപോയി തന്നെ. നിങ്ങൾക്കത് ഇപ്പൊ ഞാൻ വിളമ്പുന്നത് പാൽപ്പായസമാണെങ്കിലും നിങ്ങൾക്കത് കുടിക്കുമ്പോൾ അത് ശർക്കര പായസമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിളമ്പിയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നിയത് കറക്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ മിഥുനെ, അപ്പൊ നമ്മളുടെ ഓരോരോ പോയിന്റുകൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പിന്നെ വേറെന്താ ചോദിക്കാനല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഇനി ഹാപ്പിയാണോ ചോദിക്കുന്നത്? കഥയില്ല. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും അതെ, കറക്കി വെച്ചോട്ടോ, മൊത്തം കറക്കി എടുത്തോ എല്ലാരും. പറ്റേ 43. ആരെങ്കിലും ഇത്ര നാൾ വെയിറ്റ് ചെയ്യോ? ഞാൻ റെന്റിനോടിട്ട് 1000 രൂപ ചെലവാ. റെന്റിനോടിട്ട് കിസിൻസ് വന്നോട്ട് നിങ്ങൾക്ക് അതറിയാം. അല്ല, ഞാനത് നിങ്ങളുടെ ഭാഗത്ത് എന്തല്ല ഞങ്ങൾ ഓരോ ഒപ്പിടല് മാറിയത് അത് ഇല്ല. നമ്മളെ സംബന്ധിച്ച് അത് വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കസ്റ്റമർ ആകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് നമ്മൾ ആദ്യമേ അഡ്വാൻസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ഇതൊന്നും സമ്മതിക്കില്ല. നമ്മളിപ്പോൾ ആദ്യം പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബാങ്കിൽ എന്നും ഇത് പോകണമല്ലേ, ചെക്ക് എടുക്കണമല്ലെന്നൊക്കെ പറയും. പിന്നെ നമ്മളൊരു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പരിധിക്കുള്ളിൽ പറയുകയില്ല. ഇതിന്റെ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് തന്നെ ദുബായ് ഇസ്ലാമിക്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു വണ്ടിക്ക് ലോൺ അപ്ലൈ ചെയ്യാനാണ് പോയത്. വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നോ? അപ്പോഴല്ല, ഫസ്റ്റ് ടൈം. അത് എത്ര മാസം? 2 മാസം മുമ്പ്. ഇത് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന 2 മാസം മുന്നേ ഞങ്ങൾ ഒരു ആരീസ് നോക്കി അങ്ങനെ അതിന് പോയി. അവരുടെ അടുത്ത് പോയ സമയത്ത് അവർ പേപ്പർ ലിസ്റ്റ് നിന്ന് പിന്നെ എന്നെ പോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് നമുക്ക് കഥകൾ അറിയില്ല. ടിക്ടോക്കാ? ചെലവില്ല. വണ്ടി എടുക്കലും ഇങ്ങോട്ട് വരുന്ന 1000 രൂപ ചെലവാണ്. ബിരിയാണി ഇതൊക്കെ പറ്റുള്ളൂ. നമുക്കറിയാലോ ഇത്. ഞാൻ നിങ്ങളൊക്കെ 1000 കുടിച്ചാടിട്ടേ അടിച്ചത് ഫുഡ് കഴിച്ചത് ലഗോൺ ബിരിയാണിയെ പറ്റുള്ളൂ. ഞാൻ എന്റെ ഹോട്ടല്ല ഈ ബിസിനസ് വിളിച്ചോ. ഞങ്ങൾക്ക് ഒരു ഫോർവേഡേജ് ഇല്ലേ, ഇന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൈസ കിട്ടും. ഞാൻ പറഞ്ഞു പൈസ കിട്ടില്ല, തന്നെ അവർ നമ്മൾ ഇടിക്കും. സംഭവം കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണോ? നമ്മളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു നീ എന്തല്ല ഇങ്ങനെ വെച്ചെടുത്തേ. അത് കുറച്ചൊക്കെ ടിക് ടിക് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ വിശ്വസിക്കില്ല. ചെറിയ കണക്കുള്ളൂ. അല്ല, അത് വേറെ സംഭവം.